നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. വീട്ടിലെ പ്രസവങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളുമൊക്കെ വലിയ രീതിയിൽ വാർത്തയാകാറുണ്ട്. അങ്ങനെ മലപ്പുറത്ത് നിന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ അസ്മ എന്ന യുവതി മരിക്കുന്നു. അതും 5ാം പ്രസവത്തിൽ. വേദനയെടുത്ത് പുളഞ്ഞിട്ടും അസ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഭർത്താവ് ശ്രമിച്ചില്ല. ഭർത്താവായ സിറാജുദ്ദീന്റെയും 4 പിഞ്ച് മക്കളുടെയും മുന്നിൽ വെച്ച് അസ്മ എന്ന 35-കാരി 3 മണിക്കൂറോളം രക്തം വാർന്ന് ജീവന് വേണ്ടി പിടഞ്ഞു. തുടർന്ന് അവൾ മരണപ്പെട്ടു. ഭർത്താവായ സിറാജുദ്ദീൻ ആകട്ടെ മതപണ്ഡിതനും മടവൂർ ഹാസില എന്ന യൂട്യൂബ് ചാനലിൽ നിരന്തരമായി പ്രസംഗിക്കുന്ന വ്യക്തിയുമാണ്. മലപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സിറാജ് എങ്ങനെയാണ് അസ്മ മരണപ്പെട്ടതെന്ന് ആരെയും അറിയിക്കാതെ, ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും ആശങ്കയില്ലാതെ അസ്മയുടെ പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് ഡ്രൈവർക്ക് ഇത് സംശയം തോന്നുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തതോടെയാണ് ഈ ക്രൂരത പുറം ലോകം അറിയുന്നത്. അങ്ങേയറ്റം അന്ധവിശ്വാസിയായിരുന്ന സിറാജ് തൻ്റെ ഭാര്യയെ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണം പറയാൻ. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, ഈ യുവതിയുടെ 5ാമത്തെ പ്രസവമാണിതെന്ന് നാട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. കുട്ടികളെ സ്കൂളിലേക്ക് ബസ് കയറ്റിവിടാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴല്ലാതെ അസ്മയെ നാട്ടുകാർ കണ്ടിട്ട് പോലുമില്ല. അത്തരത്തിൽ അടച്ചുപൂട്ടിയാണ് അസ്മ എന്ന യുവതിയെ സിറാജ് എന്ന പ്രവാചകൻ താമസിപ്പിച്ചിരുന്നത്. പൊതുമധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുകയും വീട്ടിൽ ചെന്നിട്ട് അതിന്റെ വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സിറാജുദ്ദീൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തൻ. സ്ത്രീകൾ പുറം ലോകം കാണാൻ പാടില്ലെന്നും കുടുംബത്തിലെ സ്ത്രീകൾ കുട്ടികളെ പെറ്റുകൂട്ടണമെന്നും വീട്ടിൽ മാത്രം പ്രസവിച്ചാൽ മതിയെന്നും ഭർത്താവ് മാത്രമെന്നും തുണയുണ്ടായാൽ മതിയെന്നും പറയുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മതവെറി തലയ്ക്ക് പിടിച്ച പഹയൻ. മുസ്ലിം രാജ്യങ്ങളായ സൗദിയിലേക്കും ദുബായിലേക്കും ഒന്ന് നോക്കുക. അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ പർദ്ദ അഴിച്ചു തുടങ്ങി. പർദ്ദ അണിയാതെ ബുർഖ ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഇറാനിലേക്കൊന്ന് പൊതുമധ്യത്തിൽ നിന്ന് പർദ്ദ വലിച്ചെറിയുന്ന മുസ്ലിം വനിതകൾ തലയിൽ വെളിച്ചം കടക്കാത്ത മതവാദികളെ പരസ്യമായി വെല്ലുവിളിക്കാനും തുടങ്ങി. മതത്തിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിന്റെ വേരുകൾ അവർ കണ്ടെത്തി തുടങ്ങി. അപ്പോഴും ലോകത്തിന്റെ ഇങ്ങേക്കോണിൽ 100% സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ അതിനുള്ള ഒരു ചെറിയ വിരലനക്കം പോലും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, അനുദിനം മതനിയമമുള്ള പേരിൽ ഇരുട്ടും വെളിച്ചവും കടക്കാത്ത ഒരു പ്രാകൃത ലോകത്തേക്ക് നടക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സംഘടിതമായ ഒരു ഭാഗം മതവാദികൾ ഭീകരമായ ആശ്രമം നടത്തുന്നു. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണെന്ന് വാദിക്കുമ്പോൾ പോലും വീട്ടിൽ പ്രസവിക്കേണ്ടി വരുന്ന, അതിന് നിർബന്ധിതരാകുന്ന സ്ത്രീകൾ ഇന്നുമുണ്ടെന്ന് ആരും പറയുന്നില്ല. ജനിക്കുന്ന കുട്ടികളെയെല്ലാം തങ്ങളുടെ മതത്തിലേക്ക് ആയാൽ മതിയെന്ന ജിഹാദിവാദം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, വീട്ടിൽ പ്രസവിപ്പിക്കുന്ന ഒരു വലിയ മാഫിയ. മതത്തിന്റെ പേരിൽ ഇന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്ന നിരവധി ഇസ്ലാമുകൾ ഇന്നും കേരളത്തിലുണ്ട്. ജനസംഖ്യാ നിരക്കിൽ പോലും കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുമാണ്. ഇങ്ങനെ നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇനി ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മറ്റൊന്നും പറയാനില്ല. അന്യനാട്ടുകാരൻ കളിയാക്കി പറയുന്നത് പോലെ കേരള സാർ 100% ലിറ്ററസി സാർ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.